ഈ പ്രവണത തുടരുകയാണെങ്കിൽ ഈ മേഖലയിലെ സംഘർഷം കൂടുതൽ ആക്രമണപരമാവുകയും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ പോലും പ്രതിരോധ നടപടികളുടെ പേരിൽ ലക്ഷ്യമിടാനും സാധ്യതയുണ്ട്. ഇറാൻ ഈ നടപടിയിലൂടെ മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ഹമാസ് ഒരു സന്ദേശം നൽകുന്നു. അതായത് ശത്രുക്കൾക്കെതിരെ പോരാടുന്നതിൽ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അതിന്റെ ഭാഗമായി കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും. ഇത് പ്രാദേശികമായി ഇറാന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഈ വധശിക്ഷ ഇറാൻ ഇസ്രായേൽ നിഴൽ യുദ്ധത്തിൽ ഒരു പ്രധാന ഏടാണ്. ഈ നടപടി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു. ചാരവൃത്തിയും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിവ് സംഭവങ്ങളായി മാറുമ്പോഴും വധശിക്ഷ പോലുള്ള കടുത്ത ശിക്ഷാ നടപടികൾ മേഖലയിലെ മാനസിക പിരിമുറുക്കവും അസ്ഥിരതയും വർദ്ധിപ്പിക്കുന്നു. തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്താനുള്ള മൊസാദിന്റെ ശ്രമങ്ങളെ ഇറാൻ ശക്തമായി നേരിടുന്നതിന്റെ സൂചനയാണിത്. എങ്കിലും ഈ നിഴൽ യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഒരു നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ ഉയർന്ന ഓഹരിയിലുള്ള പോരാട്ടം ആഗോള രാഷ്ട്രീയ നിരീക്ഷകർക്ക് അടുത്തറിയേണ്ട ഒന്നാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സൈനിക ശക്തികളിൽ ഒന്നാണ് ഇറാൻ. അതിന്റെ ആഗോള സ്വാധീനം പ്രധാനമായും രൂപപ്പെടുന്നത് തന്ത്രപരമായ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ഊർജ്ജ വിഭവങ്ങൾ, വിദേശ നയത്തിലെ പ്രാദേശിക ഇടപെടലുകൾ എന്നിവയിലൂടെയാണ്. ലോകത്തിലെ പ്രധാന എണ്ണ പ്രകൃതിവാതക ശേഖരങ്ങളിൽ ഒന്നാണ് ഇറാന്റേത്. ഇത് ആഗോള ഊർജ്ജ വിപണിയിൽ ഇറാൻ ഒരു പ്രധാന പങ്ക് നൽകുന്നു. എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ഈ സ്വാധീനത്തെ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ സ്വാധീനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ റെസിസ്റ്റൻസ് ആക്സിസ് എന്നറിയപ്പെടുന്ന സഖ്യമാണ്. ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലീഷ്യകൾ എന്നിവയുമായുള്ള ഇറാന്റെ ബന്ധം മേഖലയിലെ അമേരിക്കൻ ഇസ്രയേലി താൽപ്പര്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയുള്ള ഇടപെടലുകൾക്ക് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവും നൽകുന്നുണ്ട്. ആണവ പരിപാടി ഇറാന്റെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ആണവായുധങ്ങൾ നേടാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ലോകശക്തികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആണവ തർക്കം ഇറാന്റെ നയതന്ത്ര ചർച്ചകളിലെ പ്രധാന വിഷയമായി നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ, ഉപരോധങ്ങൾക്കിടയിലും പ്രാദേശിക ശക്തികളെ സ്വാധീനിക്കാനുള്ള ശേഷി, തന്ത്രപരമായ ഊർജ്ജ വിഭവങ്ങൾ, ആണവ പരിപാടി എന്നിവയിലൂടെ ആഗോള സുരക്ഷാ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇറാൻ ഒരു നിർണായക സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്.